പ്രൈസ് ദി ലോർഡ്. നാം സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ 3 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധന കുറച്ചുകൂടെ അർത്ഥമുള്ളതായി തീരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. 1, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ആദരവോടെ ദൈവത്തെ ആരാധിക്കുക. 2, ദൈവം നൽകുന്ന രക്ഷയെ അനുഭവിച്ചുകൊണ്ട് കൃതജ്ഞതയോടെ ദൈവത്തെ ആരാധിക്കുക. 3, ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ആശ്രയിച്ചുകൊണ്ട് ആരാധിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 8-ാം സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം ഒരേ സമയം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതും മനുഷ്യൻ്റെ ക്ഷണികതയെ വെളിപ്പെടുത്തുന്നതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതും ക്രിസ്തുവിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങളെയും പദവികളെയും വർണ്ണിക്കുന്നതുമായ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് അതിനെ വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ സങ്കീർത്തനക്കാരൻ ഇവിടെ കാണുന്നത് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടാണ്. നക്ഷത്രങ്ങളിലേക്കും ജ്യോതിർഗോളങ്ങളിലേക്കുമൊക്കെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ പാട്ടുകളായിട്ട് ആരാധനയായിട്ടൊക്കെ വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാർ അനവധി പേരും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ ആഗ്രഹിച്ചവരും കണ്ടവരുമാണ്. അത് കാണുന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ മോശ യഹോവയാം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം, അങ്ങയുടെ മഹിമ എനിക്ക് കാണണം. പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആ ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയാം ദൈവം ഇസ്രായേലിൻ്റെ അനുസരണക്കേട് നിമിത്തം അവരിൽ നിന്ന് മാറി നടക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. അവരോട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളോടുകൂടെ നടക്കത്തില്ല. മോശയോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന ഈ ജനത്തെ നീ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ മോശ എത്തിയപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയോടുകൂടെ പോരാമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൽ പോലും തൃപ്തനാകാതെ മോശ ദൈവത്തോട് പറയുകയാണ്, നിന്റെ തേജസ് എനിക്ക് കാണണം. മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ മുഖം കണ്ടിട്ടുള്ളവരാരും ജീവിച്ചിരിപ്പില്ല, നിനക്കൊട്ട് കാണാനും പറ്റത്തില്ല. പക്ഷേ എൻ്റെ തേജസ്സും മഹിമയും ഞാൻ നിന്നെ കാണിക്കാം. നോക്കുക, വഴി അറിയിക്കാമെന്നും സാന്നിധ്യം നൽകി തരാമെന്ന് പറഞ്ഞപ്പോൾ പോലും മോശയ്ക്ക് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെയായിരുന്നു കാണേണ്ടിയിരുന്നത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ അവൻ്റെ ശക്തിയും അവൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ ശക്തിയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാരൊക്കെ ദൈവമഹത്വത്തെ കണ്ടവരും ആ കണ്ടതിൻ്റെ സാക്ഷികളും ആ കണ്ടതിനെ വർണ്ണിക്കുന്നവരുമൊക്കെയാണ്. ആരാധനയുടെ ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ യെശയ്യാവ് 6, വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ദൈവദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെയും ശക്തിയെയും കണ്ടിട്ടാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മഹത്വത്തെ കണ്ടപ്പോൾ 24 മൂപ്പന്മാർ അടക്കമുള്ളവർ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും മഹത്വവും പുകഴ്ചയും ആരാധനയും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണേണ്ടതുപോലെ കണ്ടുവേണം നാം ദൈവത്തെ ആരാധിപ്പാൻ. അത് കാണാനായിട്ട് ഒട്ടനവധി മാർഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം ധ്യാനിക്കുക. അതേ പുതിയ നിയമത്തിൽ അവിടെ പിന്നെ നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പ്രപഞ്ചത്തിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി, ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളെയൊക്കെ കണ്ടിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ പുകഴ്ചയെ വർണ്ണിക്കുകയാണ്. എന്നാൽ അതിലെല്ലാം ശ്രേഷ്ഠമായി ഈ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്തെടുത്ത മഹാപ്രവൃത്തിയെയും നമുക്ക് നൽകി തന്ന ആ രക്ഷയുടെ പദവിയെയും ഒക്കെ തിരിച്ചറിയുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും. അതാണ് ഈ സങ്കീർത്തനം. ഈ വാക്യങ്ങളിൽ 8-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു.
ഞാൻ 3-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വിരലുകളുടെ പണിയായ ആകാശം, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതെന്ത്? ദൈവത്തിൻ്റെ മഹത്വത്തെ നാം കാണുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനായിട്ട് പറ്റും. നാം അധിവസിക്കുന്ന ഈ ഭൂമി പോലും മനുഷ്യന്റെ പാർപ്പിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സത്യമല്ലേ? ഈ ഭൂമിയെ എത്ര കൃത്യമായ അകലത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ നമ്മളുടെ ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്ന് തുടങ്ങിയ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ മനുഷ്യന് വസിക്കുവാനായിട്ട് കഴിയുന്ന നിലയിലുള്ള സാഹചര്യങ്ങളുള്ളൂ. കാരണം സൂര്യനിൽ നിന്ന് കൃത്യമായ ദൂരത്തിൽ ദൈവം ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചാക്കി. സൂര്യനോട് കുറച്ചുകൂടെ അകന്നിരുന്നെങ്കിൽ കൊടും ചൂടുകൊണ്ട് നമ്മൾ വെന്തു മരിച്ച് ഒരിക്കലും മനുഷ്യ ജീവിതം ഇവിടെ സാധ്യമാകുകയില്ലായിരുന്നു. സൂര്യനിൽ നിന്ന് കുറച്ചുകൂടെ അകലത്തിലായിരുന്നുവെങ്കിൽ നമ്മൾ തണുത്തു വിറച്ച് ഒരിക്കലും ഇവിടെ ജീവിക്കുവാൻ പറ്റത്തില്ല. കൃത്യമായ അന്തരീക്ഷവും കൃത്യമായ അകലവും എല്ലാം ദൈവം വെച്ചിട്ട് എത്ര മനോഹരമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അസംഖ്യം നക്ഷത്രങ്ങൾ ഇല്ലേ, മിൽക്കി വേ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, ഇതൊരു ദൈവജന ശുശ്രൂഷയാണ്ട് ഞാൻ അതിലേക്ക് എങ്ങും പോകുന്നില്ല. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി പഠിച്ചത്, 100 കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ പല ഗ്രഹങ്ങളുടെയും ഉപരിതലത്തിലുണ്ട്. അങ്ങനെയൊന്നും വരാതെ എത്ര മനോഹരമായിട്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച് നമുക്ക് പാർക്കുവാനായിട്ട് തന്നപ്പോൾ ആ ദൈവത്തിന്റെ മഹത്വം എത്ര വലിയതാണ്. 2, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എത്ര ക്ഷണികമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ 1, നാം ദൈവത്തിന്റെ മഹത്വത്തെ കാണുകയാണ്. 2, നാം നമ്മിലേക്ക് നോക്കി നമ്മെ കാണുകയാണ്. നമ്മൾ ബലഹീനന്മാരും നമ്മൾ ക്ഷണികന്മാരും നമ്മൾ അല്പായുസുള്ളവരുമായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് നിത്യജീവൻ തന്ന് തൻ്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നുമ്പോൾ, അതൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര മഹത്വപ്പെടുത്തിയാലും ആ ആരാധന പോരാതെ വരും. ഇവിടെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്: മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികത വെളിപ്പെടുത്തുവാനായിട്ട് പറ്റിയൊരു വാക്യം, ഒത്തിരി വാക്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ ഉണ്ട് എങ്കിലും പറ്റിയൊരു വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്: പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവനാണ് മനുഷ്യൻ. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ എത്രയോ ക്ഷണികനാണ്. എന്നാൽ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് തെറ്റി അകന്നു പോയിട്ട് പോലും അവനെ വീണ്ടെടുക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ, അവനെ മടക്കി വരുത്തുവാൻ, അവന് പുത്രത്വം നൽകി കൊടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സ്വർഗം കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് എത്രയോ വലിയതാണ്. നമ്മൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുക, നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അടുത്തത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമാണ്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ വാക്യം വേണമെങ്കിൽ ഏദൻ തോട്ടത്തിൽ വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. മനുഷ്യൻ എല്ലായ്പ്പോഴും എന്താ പറയുന്നത്, ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി, അല്ലേ? അതെ, നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. സത്യത്തിൽ ഈ വാക്യം എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ കർത്താവായ യേശു ക്രിസ്തു ഇല്ലേ, നമുക്ക് വേണ്ടി തൻ്റെ ആ ദൈവത്വത്തെ തന്നെ താൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായി നമ്മുടെ അരികിലേക്ക് അതെ ഇറങ്ങി വന്ന്, ദൈവത്തിന് സ്തോത്രം. അടുത്ത 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ വാക്യങ്ങൾ നിറവേറി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വിട്ടുപോയ മറ്റൊരു വാക്യമുണ്ട് ഇതിൻ്റെ അകത്ത്, 2-ാമത്തെ വാക്യമാണ്. 2-ാമത്തെ വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സകലത്തെയും നിർമ്മിച്ച
ഈ സർവശക്തനായ സൃഷ്ടിതാവായ ദൈവമായിരിക്കുമ്പോൾ പോലെ തന്നെ ആയിരിക്കുമ്പോഴും ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ നിറവേറിയ മറ്റൊരു ഭാഗം പുതിയ നിയമത്തിലുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശു യെരുശലേം പട്ടണത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ അവിടെയുള്ള പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മഹാപുരോഹിതന്മാർക്കും ഒന്നും യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുവാൻ കഴിയാതെ, അവന്റെ ആ രാജകീയ പ്രവേശനത്തെ സ്വീകരിക്കുവാൻ കഴിയാതെ വൈമനസ്യത്തോടെ അതേ കലിപൂണ്ടവരായിട്ട് മാറി നിൽക്കുമ്പോൾ, ചില കൊച്ചു കുഞ്ഞുങ്ങൾ ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട്, ആരാധിച്ചുകൊണ്ട് യേശുവിനെ അതേ എതിരേറ്റുകൊണ്ട് മുൻപോട്ട് പോകുന്ന മനോഹരമായ ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ദാവീദ് പുത്രന് ഹോശന്ന ഹോശന്ന എന്നൊക്കെ ഉയർത്തി പാടിക്കൊണ്ടിരുന്നപ്പോൾ, അത് കണ്ടു നിന്നവരൊക്കെ അസ്വസ്ഥരായപ്പോൾ യേശു പറഞ്ഞ വാക്കുകളാണ്, നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച നിയമിച്ചിരിക്കുന്നുവെന്നാണ്. പുകഴ്ച നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ബലം നിയമിച്ചിരിക്കുന്നു എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്തുതി എന്ന ആയുധം എന്നുള്ള ഒരു സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സങ്കീർത്തനത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവജനത്തിന്റെ ആയുധങ്ങളിൽ ഒന്നാണ് അധരത്തിൽ ദൈവം നൽകിയ സ്തുതി. ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പുകഴ്ത്തുമ്പോൾ അതിൻ്റെ അകത്ത് ബലം വ്യാപരിക്കുകയാണ്. ഇവിടെ 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് വായിൽ ബലം നിയമിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പുകഴ്ച നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്തുതിയിലും ആരാധനയിലും ഒക്കെ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവികമായ ബലമുണ്ട്. ആ ബലം ദൈവം, അതെ, ആ പുകഴ്ച ദൈവം നിയമിച്ചത് എവിടെയാണ്? കുഞ്ഞുങ്ങളുടെ വായിലാണ്. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതകരമാണ്, ഇല്ലേ? സർവത്തെയും സൃഷ്ടിച്ച സർവാധിപതിയായ ദൈവത്തിന് ഈ ദൈവത്തെ ഒരു സ്ഥലത്ത് ഒതുക്കുവാനോ, ഈ ദൈവത്തിന്റെ ആ വലിപ്പത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഉൾപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഒതുക്കി വെക്കുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര ഉന്നതനാണ്, ദൈവം എത്ര വലിയവനായ ദൈവമാണ്. ഞാൻ ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 1-2 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ 2-ാം അധ്യായത്തിലൊക്കെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ യേശു ക്രിസ്തുവുമായിട്ട് ചേർത്ത് പറയുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇത് ക്രിസ്തുവിനെ വർണ്ണിക്കുകയാണ്. നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നിവയെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നിസ്തുല്യനായ ഒരു ദൈവമാണ്. അവനൊപ്പം തുല്യം ചൊല്ലാൻ മറ്റാരും ലോകത്തിലില്ല. അവൻ ജനിച്ചതുപോലെ ഈ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. അവൻ ജീവിച്ചതുപോലെ, ആ കർത്താവ് ജീവിച്ചതുപോലെ ജീവിച്ചവരായിട്ട് ലോകത്തിൽ ആരുമില്ല. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ പോലെ വാക്കുകൾ, ദൈവത്തിന് സ്തോത്രം, ലോകത്തിന് നിത്യജീവന്റെ മൊഴികൾ നൽകി കൊടുത്തവർ മറ്റാരുമില്ല. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ മരണത്തിൽ നിന്ന്, മരിച്ചവരിൽ നിന്ന് ആദ്യബലമായി ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതുകൊണ്ട് ദാവീദിനെ പോലെയുള്ളവർ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ, സന്ധ്യാസമയത്ത് ആകാശത്തിലേക്ക് നോക്കി അസംഖ്യം നക്ഷത്രങ്ങളെയും അതുപോലെ ജ്യോതിർഗോളങ്ങളെയും ഒക്കെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, എനിക്കും നിങ്ങൾക്കും അതിനപ്പുറത്തുള്ള ഒരു ദൈവിക വെളിപ്പാടാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് ഇറങ്ങി ഇതൊന്നും നോക്കി നമ്മൾ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്ത് കാൽവറി ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, യേശു ക്രിസ്തുവിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, മറ്റാരിലും ശ്രേഷ്ഠനായ യേശുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൂതന്മാരിലും ശ്രേഷ്ഠനായ, മോശയിലും ശ്രേഷ്ഠനായ ദൈവത്തിന് സ്തോത്രം, അതെ, അബ്രഹാമിലും ശ്രേഷ്ഠനായ ദൈവത്തിന് സ്തോത്രം, മഹാപുരോഹിതനായ ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ വർണ്ണിച്ചാലും ആമേൻ തീരുകയില്ല. അതുകൊണ്ട് ആ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇത് വർണ്ണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 7-8 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത ആ അധികാരത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആടുകളെയും കാളകളെയും കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും, ആകാശത്തിലെ പക്ഷികൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും അവന്റെ കാൽക്കീഴാക്കി കൊടുത്തു. സത്യമല്ലേ? നമ്മൾ ഏദൻ തോട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, മനുഷ്യന്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന് ദൈവം ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെ മേലും ദൈവം അവന് അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവനെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്,
അവനൊരു ഉത്തരവാദിത്വമുള്ളവനാക്കി. അതിനെ ചൂഷണം ചെയ്യുകയല്ല, അതിനെ നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവം അവരെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും എന്ന് എഴുതിയിട്ടുണ്ട്. സമുദ്രമാർഗത്തിൽ, സമുദ്രത്തിന്റെ മാർഗം, അന്താരാഷ്ട്ര കപ്പൽ ചാല് കണ്ടുപിടിച്ചത് പോലും ഈ വാക്യത്തിൽ നിന്നാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടതിൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഒടുവിൽ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെയും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിച്ചു പറയട്ടെ. മഹത്വത്തെ കണ്ട ആദരവോടെ, രക്ഷയെ അനുഭവിച്ച് കൃതജ്ഞതയോടെ, ശക്തിയെ കണ്ട് ആ ശക്തിയിൽ ആശ്രയിച്ച് നന്ദിയോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.